മാംഗല്യത്തിന്റെ മണം മാറും മുമ്പേ വിധവയാകേണ്ടി വന്ന ഒരു പെൺകുട്ടി. തന്റെ ജ്യേഷ്ഠന്റെ വേർപാടിന്റെ വേദന മാറും മുമ്പേ അവന്റെ ഭാര്യയുടെ കൈപിടിക്കേണ്ടി വന്ന ഒരു യുവാവ്. അവർക്കിടയിൽ പ്രണയമുണ്ടായിരുന്നില്ല, മറിച്ച് മറ്റൊരാളോട് തോന്നിയ തീവ്രമായ പ്രണയത്തിന്റെ മുറിവുകൾ മാത്രമായിരുന്നു. തകർന്ന രണ്ട് ഹൃദയങ്ങൾ ഒരേ കൂരയ്ക്ക് കീഴിൽ അപരിചിതരായി കഴിയേണ്ടി വന്നാൽ അവരുടെ ജീവിതം എങ്ങോട്ട് തിരിയും? വിധിയുടെ ക്രൂരമായ ഈ പരീക്ഷണം അവസാനിക്കുന്നത് എവിടെയാണ്? സമാന്റെ ഏടുകളിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആ വലിയ തറവാടിന്റെ ഉമ്മറത്ത് അഹമ്മദ് ഹാജി ഇരിക്കുകയായിരുന്നു. പുറത്ത് സന്ധ്യ മയങ്ങുന്നു. ആ വീട്ടിലെ ഓരോ തൂണിലും സന്തോഷത്തിന്റെ അലയൊലികൾ ബാക്കിയുണ്ടായിരുന്നു. വെറും 3 മാസങ്ങൾക്ക് മുമ്പാണ് ആ വീട്ടിൽ ഒരു കല്യാണമേളം നടന്നത്. ഹാജിയുടെ മൂത്ത മകൻ ജസീലിന്റെയും ആയിഷയുടെയും വിവാഹം. ആയിഷ ആ വീട്ടിലേക്ക് വന്നത് വെറുമൊരു മരുമകളായല്ല, മറിച്ച് ആ വീടിന്റെ ഐശ്വര്യമായിട്ടായിരുന്നു. പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വന്നതെങ്കിലും ആയിഷയുടെ പെരുമാറ്റവും അടക്കവും ഒതുക്കവും ഹാജിക്കും ഭാര്യ മറിയത്തിനും അവളെ സ്വന്തം മകളെ പോലെ പ്രിയപ്പെട്ടവളാക്കി മാറ്റി. വിവാഹത്തിന്റെ മധുവിധ നാളുകൾ അവസാനിക്കും മുമ്പേ ജസീലിന് തന്റെ ജോലിസ്ഥലമായ ദുബായിലേക്ക് മടങ്ങേണ്ടി വന്നു. വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ ജസീൽ ആയിഷയുടെ കൈകൾ ചേർത്ത് പിടിച്ച് ഒരു വാക്ക് നൽകിയിരുന്നു. 2 മാസം, വെറും 2 മാസം മാത്രം നീ ഇവിടെ കാത്തിരുന്നാൽ മതി. വിസ ശരിയാക്കി ഞാൻ നിന്നെയും അങ്ങോട്ട് കൊണ്ടുപോകും. നമുക്ക് അവിടെ ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കണം. ആയിഷ ആ സ്വപ്നങ്ങളിൽ ജീവിക്കുകയായിരുന്നു. ഓരോ ദിവസവും അവൾ കലണ്ടറിലെ തീയതികൾ വെട്ടിക്കൊണ്ടിരുന്നു. ജസീൽ വിളിക്കുന്ന ഓരോ ഫോൺ കോളിലും അവരുടെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള 1000 സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നാണ് നിശ്ചയിച്ചിരുന്നത്. ഒരു ശനിയാഴ്ച വൈകുന്നേരം, ആകാശം കറുത്തിരുണ്ട് മഴ പെയ്യാൻ തുടങ്ങിയ നേരം, ആയിഷ അടുക്കളയിൽ ചായ തിളപ്പിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഹോളിലിരുന്ന ഹാജിയുടെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചത്. ഫോൺ എടുത്ത ഹാജിയുടെ മുഖം വിളറുന്നത് മറിയം ഭീതിയോടെ നോക്കി നിന്നു. മറുതലക്കിൽ നിന്ന് വന്ന ആ വാർത്ത ഒരു ഇടിമിന്നൽ പോലെ ആ വീടിന് മുകളിൽ പതിച്ചു. ജസീൽ സഞ്ചരിച്ചിരുന്ന ടാക്സി അപകടത്തിൽപ്പെട്ടുവെന്നും അവൻ ഈ ലോകം വിട്ടുപോയി എന്ന് കേട്ട നിമിഷം ഹാജിയുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. ആ വാർത്ത കേട്ട ആയിഷയ്ക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. തന്റെ കയ്യിലിരുന്ന ചായപാത്രം തറയിൽ വീണ് ചിതറിയത് അവൾ അറിഞ്ഞില്ല. താൻ കണ്ട സ്വപ്നങ്ങൾ, താൻ നെയ്തുകൂട്ടിയ ജീവിതം, തന്റെ പാതി എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുന്നു. ആ വലിയ വീട്ടിലെ ചുവരുകൾ പോലും ജസീലിന്റെ മരണവാർത്ത കേട്ട് വിറങ്ങലിച്ചു നിന്നു. അടുത്ത ദിവസങ്ങളിൽ ആ വീട് ആളുകളെ കൊണ്ട് നിറഞ്ഞു. എല്ലാവരും ആയിഷയെ നോക്കി സഹതപിച്ചു. വെറും 3 മാസം മാത്രം ദാമ്പത്യം ആസ്വദിച്ച ഒരു പെൺകുട്ടി 22ാം വയസ്സിൽ വിധവയായിരിക്കുന്നു. ആയിഷ ഒന്നും മിണ്ടിയില്ല. അവൾ പൊട്ടിക്കരഞ്ഞതുമില്ല. അവളുടെ കണ്ണുകൾ ജസീലിന്റെ ഫോട്ടോയിലേക്ക് നോക്കി ശൂന്യമായി നിന്നു. അവളൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ എന്ന് കണ്ടുനിന്നവർ ആഗ്രഹിച്ചു പോയി. ഉള്ളിലൊതുക്കിയ ആ സങ്കടം അവളെ തളർത്തുകയായിരുന്നു. ജസീലില്ലാത്ത ആ മുറിയിൽ അവൾ തനിച്ചായി. രാത്രികളിൽ അവൾ ജസീലിന്റെ വസ്ത്രങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശബ്ദം പുറത്തു വരാതെ വിങ്ങിക്കരഞ്ഞു. ജനലിലൂടെ പുറത്തു പെയ്യുന്ന മഴ നോക്കി നിൽക്കുമ്പോൾ അവൾ ആലോചിച്ചു, ഇനി ആർക്കു വേണ്ടിയാണ് താൻ ജീവിക്കേണ്ടത്? എന്നാൽ അഹമ്മദ് ഹാജിയും മറിയവും തന്റെ മകൻ നഷ്ടപ്പെട്ട വേദനയേക്കാൾ കൂടുതൽ ആയിഷയുടെ അവസ്ഥ കണ്ടു നീറി. മകൻ പോയി, പക്ഷേ മകളെ പോലെ സ്നേഹിച്ച ഈ പെൺകുട്ടിയുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ടു പോകും? സമൂഹത്തിന്റെ കണ്ണിൽ അവൾ ഒരു വിധവയാണ്. അവളുടെ വീട്ടിലെ അവസ്ഥയാണെങ്കിൽ അതിലും പരിതാപകരമാണ്. ഉപ്പയില്ലാത്ത ആ വീട്ടിൽ വിവാഹം കഴിക്കാത്ത 3 പെൺകുട്ടികൾ വേറെയുമുണ്ട്. ആയിഷ കൂടി അങ്ങോട്ട് തിരിച്ചെത്തിയാൽ ആ കുടുംബം കൂടുതൽ തകരും. ഹാജിയും മറിയവും രാത്രികളിൽ ഉറങ്ങാതെ ആലോചിച്ചു. ഒടുവിൽ ഹാജി മറിയത്തോട് ആ സങ്കടകരമായ സത്യം പറഞ്ഞു. നമ്മുടെ ജസീൽ പോയി, പക്ഷേ ആയിഷയെ നമുക്ക് കൈവിടാൻ കഴിയില്ല. അവൾ ഈ വീട്ടിൽ തന്നെ കഴിയണം, പക്ഷേ ഒരു വിധവയായിട്ടല്ല. ആ ആലോചന ചെന്നെത്തിയത് ഹാജിയുടെ 2ാമത്തെ മകൻ അൻഷാദിലായിരുന്നു. അൻഷാദും ആയിഷയും തമ്മിൽ വിവാഹം നടന്നാൽ മാത്രമേ അവൾക്ക് ഈ വീട്ടിൽ അന്തസ്സോടെ തുടരാൻ കഴിയൂ എന്ന് അവർ ഉറപ്പിച്ചു. എന്നാൽ ആ തീരുമാനം മറ്റൊരു വലിയ കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു. അൻഷാദിന്റെ മനസ്സിൽ ആയിഷ ഒരു ജ്യേഷ്ഠത്തിയായിരുന്നു. അതിലുപരിയായി അൻഷാദ് മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, സഹ്റ. തന്റെ പ്രണയവും തന്റെ കുടുംബത്തിന്റെ അഭിമാനവും തമ്മിലുള്ള പോരാട്ടത്തിന് അവിടെ തുടക്കമാവുകയായിരുന്നു. ജസീലിന്റെ വേർപാട് സൃഷ്ടിച്ച ആ വലിയ മുറിവിന് മേൽ വിധി പുതിയൊരു പരീക്ഷണം കൂടി കരുതി വെച്ചിരുന്നു. ജസീലിന്റെ മരണശേഷം ആ തറവാട്ടിലെ ചുവരുകൾക്ക് പോലും സങ്കടത്തിന്റെ നിറമായിരുന്നു. മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന ഒരു വശത്ത്, മംഗല്യത്തിന്റെ മണം മാറും മുമ്പേ വിധവയാകേണ്ടി വന്ന ആയിഷയുടെ അവസ്ഥ മറുവശത്ത്. ആയിഷയുടെ കണ്ണീർ തോർന്നിരുന്നില്ല,
പകൽ സമയങ്ങളിൽ വീട്ടുജോലികളിൽ മുഴുകി അവൾ സങ്കടങ്ങൾ മറക്കാൻ ശ്രമിക്കുമെങ്കിലും രാത്രിയുടെ നിശബ്ദതയിൽ ജസീലിന്റെ ഓർമ്മകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അഹമ്മദ് ഹാജി ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. ആയിഷയുടെ ഉപ്പ മരിച്ചു പോയതാണ്. അവളുടെ ഉമ്മയും വിവാഹപ്രായമെത്തിയ 3 അനിയത്തിമാരും ഒരു കൊച്ചു വീട്ടിലാണ് കഴിയുന്നത്. ആയിഷയെ അങ്ങോട്ട് തിരിച്ചയച്ചാൽ ആ കുടുംബത്തിന്റെ ഭാരം ഇരട്ടിയാക്കും. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കും സഹതാപ കണ്ണുകൾക്കും മുന്നിൽ അവൾക്ക് അവിടെ സമാധാനത്തോടെ കഴിയാൻ കഴിയില്ല. എന്നാൽ ജസീലിന്റെ ഭാര്യയായി ഇവൾക്ക് എത്ര കാലം ഈ വീട്ടിൽ തുടരാനാകും? ഈ ചോദ്യം ഹാജിയെയും മറിയത്തെയും വല്ലാതെ അലട്ടി. ഒരു രാത്രിയിൽ വീട് മുഴുവൻ ഉറക്കത്തിലാണ്ട നേരം ഹാജി മറിയത്തോട് തന്റെ ഉള്ളിലെ ആ തീരുമാനം പങ്കുവച്ചു. നമ്മുടെ ഇളയ മകൻ അൻഷാദ് ആയിഷയെ നിക്കാഹ് കഴിക്കണം. അതല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുന്നിലില്ല മറിയം. അവൾ ഈ വീടിന്റെ മകളാണ്. അവളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. അൻഷാദ് സമ്മതിച്ചാൽ ആയിഷയുടെ ജീവിതം സുരക്ഷിതമാക്കും. മറിയം ആദ്യമൊന്ന് നെട്ടിയെങ്കിലും ആയിഷയുടെ മുഖമോർത്തപ്പോൾ ആ തീരുമാനത്തോട് അവർക്കും യോജിക്കേണ്ടി വന്നു. എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിൽ വലിയൊരു തടസ്സമുണ്ടായിരുന്നു. ഹാജിയോ മറിയമോ അറിയാത്ത ഒരു വലിയ സത്യം: അൻഷാദിന്റെ പ്രണയം. അൻഷാദ് അയൽവാസിയായ സഹറയെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിരുന്നു. ആയിഷ അൻഷാദിന് ഒരു ജ്യേഷ്ഠത്തി മാത്രമായിരുന്നു. ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മാത്രം കണ്ടിരുന്ന ഒരാളെ ഭാര്യയായി കാണാൻ അവനെ ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം രാത്രി അൻഷാദ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഹാജി അവനെ അടുത്തേക്ക് വിളിച്ചു. അൻഷാദിന്റെ ഉള്ളിൽ ഒരു ആദി പടർന്നു. ഉപ്പയുടെ മുഖത്തെ ഗൗരവം അവനെ ഭയപ്പെടുത്തി. ഹാജി പതുക്കെ വിഷയം അവതരിപ്പിച്ചു. മോനെ, നിനക്കറിയാലോ നമ്മുടെ ആയിഷയുടെ അവസ്ഥ. അവൾക്ക് നമ്മളല്ലാതെ ആരുമില്ല. നിന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് അവളെ സംരക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. നീ അവളെ വിവാഹം കഴിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയാണ് അൻഷാദിന്റെ കാതിൽ പതിച്ചത്. അവന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഉപ്പ എന്താണ് ഈ പറയുന്നത്? ആയിഷ താത്തയെ ഞാൻ... അവന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ സഹറയുടെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു. അവൾക്ക് താൻ നൽകിയ വാഗ്ദാനങ്ങൾ, അവളോടൊപ്പം ജീവിക്കാൻ കണ്ട സ്വപ്നങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുന്നത് അവൻ അറിഞ്ഞു. എനിക്ക് കഴിയില്ലുപ്പ. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ഞാൻ സഹറയെ സ്നേഹിക്കുന്നുണ്ട്. അൻഷാദ് ധൈര്യം സംഭരിച്ചു പറഞ്ഞു. ഇത് കേട്ട ഹാജിയും മറിയവും തകർന്നുപോയി. മറിയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അൻഷാദിന്റെ കൈകൾ പിടിച്ചു. മോനെ, നിന്റെ ഇഷ്ടം വലുതാണെന്ന് എനിക്കറിയാം. പക്ഷേ ആയിഷയുടെ ജീവിതം നോക്ക്. അവൾക്ക് ഇനി ആരുണ്ട്? നിന്റെ ഇക്കാക്കയുടെ ആത്മാവ് പോലും നിന്നോട് നന്ദി പറയും. ഞങ്ങളെ വേദനിപ്പിക്കരുത് മോനെ. അൻഷാദ് ഒരു വലിയ ധർമ്മസങ്കടത്തിലായി. ഒരു വശത്ത് തന്റെ ജീവനായ പ്രണയം, മറുവശത്ത് മാതാപിതാക്കളുടെ കണ്ണീരും കുടുംബത്തിന്റെ അന്തസ്സും. ജസീലിക്കാക്കയോടുള്ള കടപ്പാടും അവന്റെ ഉള്ളിൽ വിങ്ങലായി നിന്നു. ഉറക്കമില്ലാത്ത ആ രാത്രിയിൽ അവൻ പുറത്തിറങ്ങി നിന്നു. പെയ്യുന്ന മഴയിൽ അവൻ തന്റെ കണ്ണുനീർ ഒളിപ്പിച്ചു. സഹ്റയെ വിളിക്കണമെന്നും അവളോട് എല്ലാം പറയണമെന്നും അവൻ ആഗ്രഹിച്ചു. പക്ഷേ എന്തു പറഞ്ഞ് അവളെ ഞാൻ സമാധാനിപ്പിക്കും? അടുത്ത ദിവസം രാവിലെ അൻഷാദ് സഹ്റയെ കാണാൻ പോയി. അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ആപത്ത് സംഭവിച്ചുവെന്ന് സഹ്റക്ക് മനസ്സിലായി. അൻഷാദ് വിറക്കുന്ന ശബ്ദത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. സഹ്റ ആദ്യം ഒന്ന് ചിരിച്ചു. അതൊരു തമാശയാണെന്ന് കരുതി. പക്ഷേ അൻഷാദിന്റെ കണ്ണിലെ ഗൗരവം കണ്ടപ്പോൾ അവൾ നിശബ്ദയായി. അവളുടെ സ്വപ്നങ്ങൾ കൺമുന്നിൽ തകരുന്നത് അവൾ കണ്ടു. നിനക്ക് എന്നെ ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ നീ പോയി അവളെ വിവാഹം കഴിച്ചോ അൻഷാദ്. എനിക്ക് നിന്നെ തടയാൻ അവകാശമില്ല. അവൾ വിങ്ങലോടെ തിരിഞ്ഞു നടന്നു. വീട്ടിൽ തിരിച്ചെത്തിയ അൻഷാദ് ഹാജിയോട് തന്റെ സമ്മതം അറിയിച്ചു. പക്ഷേ ആ സമ്മതം അവന്റെ ഹൃദയം നുറുങ്ങിയതിനു ശേഷമുള്ളതായിരുന്നു. എന്നാൽ ആയിഷയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം മറ്റൊരു പ്രഹരമായിരുന്നു. ജസീലിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിയില്ലായിരുന്നു. എങ്കിലും തന്നെ സ്നേഹിക്കുന്ന ഹാജിയെയും മറിയത്തെയും എതിർക്കാൻ അവൾക്കും കഴിഞ്ഞില്ല. ഒരു മൗനപ്രവാഹം പോലെ ആ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ആഘോഷങ്ങളില്ലാതെ, ആർഭാടങ്ങളില്ലാതെ 3 ഹൃദയങ്ങളുടെ തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആ വിവാഹം ഉറപ്പിക്കപ്പെട്ടു. ജസീലിന്റെ വിയോഗത്തിന് ശേഷം ആ വീട്ടിൽ നടന്ന ആദ്യത്തെ ചടങ്ങ് സന്തോഷത്തിൻ്റെതായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ത്യാഗത്തിൻ്റെതായിരുന്നു. ആയിഷയും അൻഷാദും തമ്മിലുള്ള ഈ ബന്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വിധി അതിന്റെ ക്രൂരമായ കളി തുടരുകയായിരുന്നു. ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാതെ ആ നിക്കാഹ് കഴിഞ്ഞു. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം അൻഷാദും ആയിഷയും ആ വലിയ വീട്ടിലേക്ക് തിരികെ വന്നു. വീടിന്റെ ഉമ്മറത്ത് വിളക്ക് തെളിച്ചു വെച്ചിരുന്നെങ്കിലും
ആരുടെ ഉള്ളിലും സന്തോഷത്തിന്റെ വെളിച്ചമുണ്ടായിരുന്നില്ല. മറിയത്തിന്റെയും ഹാജിയുടെയും മുഖത്ത് ഒരു കടമ പൂർത്തിയാക്കിയ ആശ്വാസമുണ്ടായിരുന്നെങ്കിലും ആയിഷയുടെയും അൻഷാദിന്റെയും ഹൃദയങ്ങൾ വിങ്ങുകയായിരുന്നു. വിവാഹശേഷം ആദ്യമായി അവർ ആ മുറിയിലേക്ക് പ്രവേശിച്ചു. ഒരിക്കൽ ജസീലിന്റെയും ആയിഷയുടെയും സ്വപ്നങ്ങൾ പൂത്തിരുന്ന അതേ മുറി. ആ ചുവരുകളിൽ ഇപ്പോഴും ജസീലിന്റെ ചിരിക്കുന്ന ഫോട്ടോ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. മുറിയിലേക്ക് കടന്ന ആയിഷ ജനാലയ്ക്കൽ പോയി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. അൻഷാദ് കട്ടിലിന്റെ ഒരറ്റത്ത് തല താഴ്ത്തിയിരുന്നു. ആ മുറിയിൽ കടുത്ത മൗനം തളം കെട്ടി നിന്നു. ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം പോലും അവർക്ക് അസഹനീയമായി തോന്നി. കുറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആയിഷയാണ് ആദ്യം സംസാരിച്ചത്. അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ ചോദിച്ചു, അൻഷാദ്, നിന്റെ മനസ്സിൽ സഹ്റ തന്നെയാണല്ലേ? ആ ചോദ്യം അൻഷാദിനെ ഞെട്ടിച്ചു കളഞ്ഞു. താൻ സഹ്റയെ സ്നേഹിച്ചിരുന്ന കാര്യം ആയിഷ അറിഞ്ഞിരുന്നു എന്ന് അവൻ കരുതിയിരുന്നില്ല. അൻഷാദ് ഒന്നും മിണ്ടാതെയിരുന്നു. ആയിഷ പതുക്കെ തിരിഞ്ഞ് അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നിന്റെ കണ്ണുകളിൽ ഞാൻ ആ വേദന കാണുന്നുണ്ട്. എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് എനിക്കറിയാം. ഉപ്പയെയും ഉമ്മയെയും സങ്കടപ്പെടുത്താതിരിക്കാൻ നീ നിന്റെ സ്നേഹം ബലി കൊടുത്തുവല്ലേ? അൻഷാദ് പതുക്കെ തല ഉയർത്തി അവളെ നോക്കി. അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ആയിഷ താത്ത, എനിക്ക് നിങ്ങളെ ഒരു ഭാര്യയായി കാണാൻ ഇപ്പോഴും കഴിയുന്നില്ല. എന്റെ ഉള്ളിൽ സഹ്റയുടെ മുഖം മാത്രമാണ്. പക്ഷേ ഉമ്മയുടെ കണ്ണീരിന് മുന്നിൽ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ആയിഷയുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. വേദന നിറഞ്ഞ ഒരു പുഞ്ചിരി. എനിക്കും അങ്ങനെ തന്നെയാണ് അൻഷാദ്. എന്റെ മനസ്സിൽ ഇപ്പോഴും ജസീലിക്ക മാത്രമാണ്. ആ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്കും കഴിയില്ല. നമ്മൾ രണ്ടുപേരും വിധിയുടെ ഇരകളാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ജീവിതം പണയം വെച്ചവർ. അന്ന് രാത്രി അവർ രണ്ടുപേരും ആ മുറിയിലെ രണ്ട് കോണുകളിലായി ഉറക്കമില്ലാതെ കഴിഞ്ഞു. ഭാര്യ ഭർത്താക്കന്മാർ എന്നതിലുപരി ഒരേ വേദന പങ്കിടുന്ന രണ്ട് അപരിചിതരായി അവർ മാറി. ദിവസങ്ങൾ കടന്നുപോയി. പുറം ലോകത്തിനു മുന്നിൽ അവർ ദമ്പതികളായിരുന്നു. എന്നാൽ ആ മുറിക്കുള്ളിൽ അവർ രണ്ട് ലോകങ്ങളിലായിരുന്നു. അൻഷാദ് രാവിലെ ജോലിക്കായി പോകും. രാത്രി വൈകി മാത്രം തിരികെ വരും. ആയിഷ വീട്ടുജോലികളിൽ മുഴുകി സമയം തള്ളി നീക്കി. പരസ്പരം സംസാരിക്കുന്നത് വളരെ കുറവായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവർക്കിടയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു മൗനം നിലനിന്നു. അൻഷാദിന്റെ ഫോണിൽ സഹ്റയുടെ പഴയ മെസ്സേജുകൾ ഇപ്പോഴും ഉണ്ടായിരുന്നു. രാത്രികളിൽ ആയിഷ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ ആ മെസ്സേജുകൾ വീണ്ടും വീണ്ടും വായിക്കും. ഓരോ വാക്കും അവനെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. സഹ്റയുടെ വിവാഹം കഴിഞ്ഞ വിവരം അവൻ അറിഞ്ഞതു മുതൽ അവന്റെ ഉള്ളിലെ കുറ്റബോധം വർദ്ധിച്ചു. താൻ കാരണം അവളുടെ ജീവിതം കൂടി തകർന്നു എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി. ഇതിനിടയിൽ ആയിഷയുടെ പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വന്നു. അവൾ മുമ്പത്തെ പോലെ സങ്കടപ്പെട്ടിരിക്കുകയല്ല ചെയ്തത്. പകരം അവൾ അൻഷാദിന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. അവന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും അവന്റെ വസ്ത്രങ്ങൾ അടുക്കി വെക്കാനും അവൾ ശ്രദ്ധിച്ചു. അതൊരു ഭാര്യയുടെ പ്രണയമായിരുന്നില്ല, മറിച്ച് താൻ കാരണം ജീവിതം നഷ്ടപ്പെട്ട ഒരു യുവാവിനോടുള്ള സഹതാപവും കടമയുമായിരുന്നു. ഒരു ദിവസം രാത്രി അൻഷാദ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നല്ല മഴയായിരുന്നു. അവൻ നനഞ്ഞു കുളിച്ചാണ് വീട്ടിലെത്തിയത്. മുറിയിലെത്തിയ അവന് കടുത്ത വിറയൽ അനുഭവപ്പെട്ടു. പനി വല്ലാതെ കൂടിയിരുന്നു. ആയിഷ പരിഭ്രമത്തോടെ അൻഷാദിന്റെ അരികിലെത്തി. അവൾ അവന്റെ നെറ്റിയിൽ കൈവച്ചു നോക്കി. കത്തുന്ന ചൂട്. അവൾ ഉടനെ തന്നെ താഴെ പോയി വെള്ളവും തുണിയുമായി വന്നു. രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് അവൾ അവന്റെ നെറ്റിയിൽ നനഞ്ഞ തുണി വെച്ചു കൊടുത്തു. എന്നാൽ അൻഷാദ് അബോധാവസ്ഥയിൽ പോലും സഹ്റയുടെ പേര് വിളിച്ചുകൊണ്ടേയിരുന്നു. ആയിഷയുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അൻഷാദിന്റെ കൈകളിൽ വീണു. പക്ഷേ അവൾ പിന്മാറിയില്ല. ജസീലിന്റെ ഭാര്യയായിരുന്നപ്പോൾ അവൾക്ക് ലഭിച്ച പരിചരണം ഇപ്പോൾ അവൾ അൻഷാദിന് നൽകുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ അൻഷാദ് കണ്ണു തുറക്കുമ്പോൾ കണ്ടത് തന്റെ കട്ടിലിനരികിൽ തലചായ്ച്ചുറങ്ങുന്ന ആയിഷയെയാണ്. അവന്റെ നെറ്റിയിലെ ചൂട് കുറഞ്ഞിരുന്നു. ആദ്യമായി അൻഷാദിന് ആയിഷയോട് ഒരു ബഹുമാനം തോന്നി. താൻ ഇത്രയേറെ അവഗണിച്ചിട്ടും തന്റെ മനസ്സിൽ മറ്റൊരാളാണെന്ന് അറിഞ്ഞിട്ടും ഈ പെൺകുട്ടി തനിക്ക് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നവൻ ചിന്തിച്ചു. ആ നിമിഷം മുതൽ അവർക്കിടയിലെ മൗനത്തിന് ഒരു മാറ്റം വന്നു തുടങ്ങി. അത് പ്രണയമായിരുന്നില്ല, പക്ഷേ പരസ്പരമുള്ള ഒരു തിരിച്ചറിവായിരുന്നു. തന്റെ ജീവിതം ഇനി ഈ പെണ്ണിനോടൊപ്പമാണെന്നും അവളെ വേദനിപ്പിക്കുന്നത് ശരിയല്ലെന്നും അൻഷാദ് പതുക്കെ മനസ്സിലാക്കി തുടങ്ങി. എങ്കിലും സഹ്റയുടെ ഓർമ്മകൾ അവന്റെ മനസ്സിൽ ഒരു നീറ്റലായി ബാക്കി നിന്നു. അൻഷാദിന് പനി ബാധിച്ച ആ രാത്രി അവരുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. അതുവരെ അൻഷാദിന്റെ കണ്ണുകളിൽ ആയിഷ തന്റെ ജ്യേഷ്ഠന്റെ വിധവയായ ഭാര്യ മാത്രമായിരുന്നു. എന്നാൽ അന്ന് രാത്രി തനിക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ്
തന്റെ നെറ്റിയിലെ ചൂടുകുറക്കാൻ പ്രാർത്ഥനയോടെ കാവലിരുന്ന ആയിഷയെ കണ്ടപ്പോൾ അവന്റെ ഉള്ളിലെ കടുപ്പമേറിയ മഞ്ഞുരുകാൻ തുടങ്ങി. പനി മാറി എഴുന്നേറ്റ അൻഷാദ് ആയിഷയോട് നന്ദി പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ വാക്കുകൾ അവന്റെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. എങ്കിലും ആ മുറിയിലെ അന്തരീക്ഷത്തിൽ ഒരു ചെറിയ മാറ്റം വന്നിരുന്നു. മുമ്പത്തെ പോലെ കഠിനമായ മൗനമായിരുന്നില്ല അത്. മറിച്ച് പരസ്പരം തിരിച്ചറിയാൻ ശ്രമിക്കുന്ന രണ്ട് മനസ്സുകളുടെ നിശബ്ദതയായിരുന്നു. അൻഷാദ് ജോലിക്ക് പോകുമ്പോൾ ആയിഷ അവന് ഉച്ചഭക്ഷണം പൊതിഞ്ഞു നൽകാൻ തുടങ്ങി. മുമ്പ് അത് മറിയമായിരുന്നു ചെയ്തിരുന്നത്. അൻഷാദ് അത് വാങ്ങുമ്പോൾ അവരുടെ കൈകൾ അറിയാതെ ഒന്ന് സ്പർശിച്ചാൽ പോലും ആയിഷ പതുക്കെ മുഖം താഴ്ത്തും. ആ സ്പർശനത്തിൽ ഒരു ഭാര്യയുടെ അവകാശത്തേക്കാൾ കൂടുതൽ പരസ്പരമുള്ള ഒരു കരുതൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അൻഷാദ് ജോലി കഴിഞ്ഞു വരുമ്പോൾ ആയിഷ വീടിന്റെ പിൻവശത്തെ തോട്ടത്തിൽ ചെടികൾക്ക് നനയ്ക്കുകയായിരുന്നു. ജസീലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് നട്ടുപിടിപ്പിച്ച ചെടികളായിരുന്നു അവയെല്ലാം. ആയിഷയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അൻഷാദ് ശ്രദ്ധിച്ചു. അവൻ പതുക്കെ അവളുടെ അരികിലേക്ക് ചെന്നു. ആയിഷ, നീ പഴയ കാര്യങ്ങൾ ഓർക്കുകയാണോ? അവൻ ആദ്യമായി അവളെ പേര് വിളിച്ചു. ഇത്താത്ത എന്ന വിളി മാറ്റി അവൻ ആയിഷ എന്ന് വിളിച്ചത് അവളിൽ ഒരു വലിയ ചലനമുണ്ടാക്കി. അവൾ പതുക്കെ തലയാട്ടി. ചില ഓർമ്മകൾ അങ്ങനെയാണ് അൻഷാദ്, മായ്ക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ തെളിഞ്ഞു വരും. നിന്റെ ഉള്ളിലും അങ്ങനെ തന്നെയല്ലേ? സഹ്റയെ നിനക്ക് മറക്കാൻ കഴിയുന്നുണ്ടോ? അൻഷാദ് അല്പനേരം ആലോചിച്ചു. സത്യം പറഞ്ഞാൽ ആയിഷ, സഹ്റ എന്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു അധ്യായമായിരുന്നു. പക്ഷേ ആ പുസ്തകം ഇപ്പോൾ അടഞ്ഞുപോയി എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നു. ഇനിയും അവളെ ഓർത്ത് വിഷമിക്കുന്നത് അവളോടും പിന്നെ നിന്നോടും ചെയ്യുന്ന നീതികേടാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആയിഷ അവനെ അതിശയത്തോടെ നോക്കി. അൻഷാദിന്റെ വാക്കുകളിൽ ഒരു പക്വതയുണ്ടായിരുന്നു. അന്ന് രാത്രി അവർ ഒരുപാട് സംസാരിച്ചു. അവരുടെ സങ്കടങ്ങളും നഷ്ടപ്പെട്ട സ്വപ്നങ്ങളും മാതാപിതാക്കളോടുള്ള കടമകളും എല്ലാം അവർ പരസ്പരം പങ്കുവച്ചു. ആ സംഭാഷണം അവർക്കിടയിലെ ദൂരം പൂർണ്ണമായും ഇല്ലാതാക്കി. അവർ രണ്ടുപേരും ഒരേ വഞ്ചിയിലെ യാത്രക്കാരാണെന്ന ബോധ്യം അവർക്കുണ്ടായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നാട്ടിലെ ഒരു വിവാഹത്തിന് അൻഷാദിന് പോകേണ്ടി വന്നു. അവിടെ വെച്ച് അവിചാരിതമായി അവൻ സഹ്റയെ കണ്ടുമുട്ടി. ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന സഹ്റ ആകെ മാറിയിരുന്നു. അവളുടെ കണ്ണുകളിൽ പഴയ ആ പ്രണയത്തിന്റെ തിളക്കമില്ലായിരുന്നു. പകരം ഒരു പുതിയ ജീവിതത്തിന്റെ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളുമായിരുന്നു. ദൂരെ നിന്ന് അവളെ കണ്ടപ്പോൾ അൻഷാദിന്റെ ഉള്ളിൽ പഴയതുപോലെ ഒരു വേദന തോന്നിയില്ല. പകരം അവൾ സന്തോഷവതിയാണല്ലോ എന്നോർത്തപ്പോൾ അവന് സമാധാനമാണ് തോന്നിയത്. വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ അൻഷാദിന്റെ മനസ്സ് ലഘുവായിരുന്നു. താൻ പേറിക്കൊണ്ടിരുന്ന വലിയൊരു ഭാരം എവിടെയോ ഇറക്കി വെച്ചതുപോലെ. വീട്ടിലെത്തിയപ്പോൾ അവൻ ആദ്യം തിരഞ്ഞത് ആയിഷയെയായിരുന്നു. അവൾ അടുക്കളയിൽ മറിയത്തെ സഹായിക്കുകയായിരുന്നു. അൻഷാദ് അവിടേക്ക് ചെന്ന് ആയിഷയോട് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ആയിഷ വെള്ളവുമായി വന്നപ്പോൾ അൻഷാദ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് ഒരു സാധാരണ കാത്തിരിപ്പിന്റെ ഭാവമായിരുന്നു. അൻഷാദ് പതുക്കെ പറഞ്ഞു, സഹ്റയുടെ വിവാഹം കഴിഞ്ഞത് നന്മക്കായിരുന്നു എന്ന് എനിക്ക് ഇന്ന് തോന്നി. അവൾ സന്തോഷവതിയാണ്. അതുകൊണ്ട് ഇനി നമുക്കും സന്തോഷത്തോടെ ജീവിക്കണം ആയിഷ. നമുക്ക് നമ്മുടെ ജീവിതം ഇന്നു മുതൽ തുടങ്ങാം. ആ വാക്കുകൾ കേട്ടപ്പോൾ ആയിഷയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് സങ്കടം കൊണ്ടായിരുന്നില്ല, മറിച്ച് ഒരു വലിയ അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷമായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു, ജസീലക്കയുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അൻഷാദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ജസീലക്കയാകാൻ ശ്രമിക്കുന്നില്ല ആയിഷ. ഞാൻ അൻഷാദ് തന്നെയായി നിന്റെ കൂടെയുണ്ടാകും. നിന്റെ വേദനകളിൽ കൂട്ടിരിക്കാനും നിന്നെ സംരക്ഷിക്കാനും എനിക്ക് കഴിയും. ജസീലക്കയ്ക്ക് നൽകിയ നിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ ഒരു നിധിയായി തന്നെ ഇരിക്കട്ടെ. എനിക്ക് വേണ്ടത് നിന്റെ സൗഹൃദവും ഈ കരുതലുമാണ്. ആ നിമിഷം ആ വീടിന് മുകളിൽ പെയ്തിരുന്ന മഴയ്ക്ക് ഒരു പുതിയ താളമുണ്ടായിരുന്നു. അത് സങ്കടത്തിന്റെ മഴയായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ തുടക്കത്തിന്റെ മഴയായിരുന്നു. എന്നാൽ അഹമ്മദ് ഹാജിയും മറിയവും അകലെ നിന്ന് ഈ കാഴ്ച കണ്ട് മനമൊരുക്കി പ്രാർത്ഥിച്ചു. അവരുടെ തീരുമാനം തെറ്റിയില്ലെന്ന് കാലം തെളിയിക്കുകയായിരുന്നു. അടുത്ത കുറച്ചു മാസങ്ങൾ ആ വീട്ടിൽ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. ആയിഷയും അൻഷാദും പരസ്പരം മനസ്സിലാക്കി ജീവിച്ചു തുടങ്ങി. അവർ ഒന്നിച്ചു പുറത്തു പോകാനും ചെറിയ ചെറിയ കാര്യങ്ങൾ പങ്കുവെക്കാനും തുടങ്ങി. ആയിഷയുടെ മുഖത്തെ ആ പഴയ ശൂന്യത പതുക്കെ മാറി ഒരു പുഞ്ചിരി വിരിയാൻ തുടങ്ങി. അൻഷാദും സഹ്റയുടെ ഓർമ്മകളിൽ നിന്ന് പൂർണ്ണമായും മോചിതനായി. ഒരു ദിവസം ആയിഷ ഒരു മധുര വാർത്ത അൻഷാദിനെ അറിയിച്ചു. അവൾ ഗർഭിണിയാണ്. ആ വാർത്ത ആ വീടിനെ അക്ഷരാർത്ഥത്തിൽ ആനന്ദത്തിൽ ആറാടിച്ചു. ജസീലിന്റെ മരണത്തിന് ശേഷം ആ വീട്ടിലുണ്ടായ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു അത്. മറിയം ആയിഷയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അൻഷാദിനെ വിശ്വസിക്കാനാവാതെ നിന്നു.
തന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നു, തന്റെയും ആയിഷയുടെയും പ്രണയത്തിന്റെ അടയാളമായി. വിധി ഒരാളെ കൊണ്ടുപോകുമ്പോൾ മറ്റൊരാളെ നിൽക്കുന്നത് ഇങ്ങനെയായിരിക്കാം. തകർന്ന സ്വപ്നങ്ങളിൽ നിന്ന് പുതിയൊരു ജീവിതം പടുത്തുയർത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഇതിനിടയിലും വിധി ഒരു ചെറിയ പരീക്ഷണം കൂടി കരുതി വെച്ചിരുന്നു. ആയിഷ ഗർഭിണിയാണെന്ന വാർത്ത ആ തറവാട്ടിലെ ഇരുളടഞ്ഞ കോണുകളിലേക്ക് വെളിച്ചം വീശിയതുപോലെയായിരുന്നു. ജസീലിന്റെ മരണത്തിന് ശേഷം ആ വീട്ടിൽ മുഴങ്ങിക്കെട്ടിരുന്ന നിശബ്ദതയെ പുതിയൊരു ജീവന്റെ സ്പന്ദനം വായിച്ചു തുടങ്ങി. അഹമ്മദ് ഹാജിയും മറിയവും തങ്ങളുടെ പ്രായം മറന്ന് സന്തോഷിച്ചു. തങ്ങളുടെ തകർന്ന കുടുംബത്തെ വിധി വീണ്ടും കൂട്ടിയിണക്കുന്നു എന്നവർ വിശ്വസിച്ചു. അൻഷാദിന്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. അവനിപ്പോൾ മുഴുവൻ സമയവും ആയിഷയ്ക്കൊപ്പമായിരുന്നു. അവളുടെ ഓരോ ചെറിയ ഇഷ്ടങ്ങളും അവൻ കണ്ടറിഞ്ഞു ചെയ്തു. രാത്രികളിൽ അവർ ഒരുമിച്ച് നടക്കാനിറങ്ങും. തങ്ങൾ കടന്നു വന്ന കല്ലുമുള്ള നിറഞ്ഞ വഴികളെ കുറിച്ച് അവർ പതുക്കെ സംസാരിക്കും. പഴയ മുറിവുകൾ പൂർണ്ണമായും മാഞ്ഞിട്ടില്ലെങ്കിലും അവ ഉണങ്ങി തുടങ്ങിയിരുന്നു. ഒരു വൈകുന്നേരം ആയിഷ മുറിയിൽ വിശ്രമിക്കുമ്പോഴാണ് അൻഷാദിന്റെ ഫോൺ ശബ്ദിച്ചത്. അവൻ ഫോൺ എടുത്തു നോക്കിയപ്പോൾ ആകെ സ്തംഭിച്ചുപോയി. അതൊരു പഴയ നമ്പറായിരുന്നു, സഹ്റയുടെ നമ്പർ. വർഷങ്ങൾക്ക് ശേഷം അവൾ എന്തിനായിരിക്കും വിളിക്കുന്നത്? അൻഷാദിന്റെ ഉള്ളിൽ ഒരു നിമിഷം ആശങ്ക പടർന്നു. അവൻ പതിയെ ഫോൺ അറ്റൻഡ് ചെയ്തു. അൻഷാദ്, സഹ്റയാണ്. മറുതലക്കിൽ സഹ്റയുടെ ശാന്തമായ ശബ്ദം. പറയൂ സഹ്റ, എന്തുപറ്റി? അൻഷാദ് പതുക്കെ ചോദിച്ചു. എനിക്ക് നിന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഒരുപാട് സന്തോഷം. വിധി നമ്മളെ അകറ്റിയത് ശരിയായ കാരണത്താലാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു. നമ്മൾ ഒന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആയിഷയെ പോലെ ഒരു പാവം പെൺകുട്ടി ഇന്നും കണ്ണീരോടെ കഴിയുമായിരുന്നു. നീ അവൾക്ക് നൽകുന്ന ഈ ജീവിതം ഒരു വലിയ പുണ്യമാണ്. നീ സന്തോഷവാനായിരിക്കുക. സഹ്റയുടെ വാക്കുകൾ അൻഷാദിന്റെ മനസ്സിലെ അവസാനത്തെ ഭാരവും ഇറക്കി വെപ്പിച്ചു. അവർ പരസ്പരം ആശംസകൾ നേർന്ന് ഫോൺ വെച്ചു. ഫോൺ കട്ടാക്കിയ ശേഷം അൻഷാദ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആയിഷ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു നിമിഷം ഭയം നിഴലിച്ചെങ്കിലും അൻഷാദ് അവളുടെ അരികിലെത്തി കൈകൾ ചേർത്തു പിടിച്ചു. അത് സഹ്റയായിരുന്നു. അവൾ നമ്മളെ അഭിനന്ദിക്കാൻ വിളിച്ചതാണ് ആയിഷ. ഇനി നമ്മുടെ ജീവിതത്തിൽ ആ പഴയ നിഴലുകൾ ഒന്നുമില്ല. നീയും ഈ കുഞ്ഞുമാണ് എന്റെ ലോകം. ആയിഷയുടെ മുഖത്ത് വിരിഞ്ഞ ആ പുഞ്ചിരി അൻഷാദിന് വലിയൊരു ആശ്വാസമായി. അൻഷാദ് ആ നമ്പർ ഫോണിൽ നിന്നും എന്നേക്കുമായി ഡിലീറ്റ് ചെയ്തു. മാസങ്ങൾ കടന്നുപോയി. ആയിഷയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയുടെ വരാന്തയിൽ അൻഷാദ് പരിഭ്രമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവന്റെ ഉള്ളിൽ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു. ജസീലിക്കയുടെ വിയോഗം തന്ന ആ വലിയ ശൂന്യത ഇനിയെങ്കിലും മാറണം എന്നവൻ ആഗ്രഹിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അകത്തു നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. നഴ്സ് പുറത്തു വന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. ഒരു പെൺകുഞ്ഞാണ്. അൻഷാദിന്റെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. അവൻ ഓടിച്ചെന്ന് ഉമ്മയെയും ഉപ്പയെയും കെട്ടിപ്പിടിച്ചു. അവർ അകത്ത് കയറിയപ്പോൾ ആയിഷ തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടക്കുകയായിരുന്നു. അൻഷാദ് പതുക്കെ ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. ആ നിമിഷം അവൻ അനുഭവിച്ച സന്തോഷം വാക്കുകൾക്കപ്പുറമായിരുന്നു. അവർ ആ കുഞ്ഞിന് സൈനബ് എന്ന് പേരിട്ടു. സൈനബ് ആ വീട്ടിലെ എല്ലാ സങ്കടങ്ങളെയും മായ്ച്ചു കളഞ്ഞു. അവൾ വളർന്നു തുടങ്ങിയതോടെ ആ വീട്ടിൽ വീണ്ടും ചിരിയും കളികളും നിറഞ്ഞു. അഹമ്മദ് ഹാജി തന്റെ പേരക്കുട്ടിയെ എടുത്തു നടക്കുമ്പോൾ ജസീലിന്റെ വേർപാട് ഒരു നേർത്ത നോവായി ഉള്ളിലുണ്ടെങ്കിലും ആയിഷയും അൻഷാദും സന്തോഷത്തോടെ കഴിയുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് സമാധാനം ലഭിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം ആയിഷയും അൻഷാദും സൈനബും തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. സൈനബ് പൂമ്പാറ്റകളെ പിടിക്കാനായി ഓടി നടക്കുന്നു. ആയിഷ അൻഷാദിന്റെ തോളിലേക്ക് പതുക്കെ തലചായ്ച്ചു. അൻഷാദ്, ചിലപ്പോൾ വിധി നമ്മളെ ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നടത്തുന്നത് നമുക്ക് ഏറ്റവും നല്ലത് നൽകാനായിരിക്കുമല്ലേ? ആയിഷ പതുക്കെ ചോദിച്ചു. അൻഷാദ് സൈനബിനെ നോക്കി പുഞ്ചിരിച്ചു. അതെ ആയിഷ, നമ്മുടെ ജീവിതം ഒരു വലിയ പാഠമാണ്. ത്യാഗങ്ങൾ ഇല്ലാതെ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകില്ല. നമ്മൾ സഹിച്ച വേദനകളാണ് ഇന്ന് ഈ കാണുന്ന സമാധാനത്തിന് അടിത്തറയിട്ടത്. ജസീലിക്കയുടെ ആത്മാവ് പോലും ഇന്ന് നമ്മളെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. ആ തറവാടിന് മുകളിൽ അസ്തമയ സൂര്യന്റെ ചുവപ്പ് പടർന്നു. അത് പഴയൊരു ദിവസത്തിന്റെ അവസാനമായിരുന്നില്ല, മറിച്ച് സമാധാനപൂർണമായ ഒരു പുതിയ കാലത്തിന്റെ തുടക്കമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ബാക്കിയാകുന്നത് വലിയൊരു തിരിച്ചറിവാണ്. ജീവിതം ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാവാൻ നമ്മെ നടത്തിക്കുന്നത്. ചില നേരങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടോ തകർന്ന പ്രണയമോ നമ്മളെ വല്ലാതെ തളർത്തിയേക്കാം. എല്ലാം അവസാനിച്ചുവെന്ന് നമ്മൾ കരുതും. പക്ഷേ വിധി ഒരു വാതിലടക്കുമ്പോൾ മറ്റൊരു വാതിൽ നമുക്കായി തുറക്കുന്നുണ്ട്. സ്നേഹവും ക്ഷമയും ഉണ്ടെങ്കിൽ ഏത് ഇരുട്ടിലും വെളിച്ചം കണ്ടെത്താൻ നമുക്ക് കഴിയും.
അൻഷാദും ആയിഷയും ചെയ്തതുപോലെ മറ്റുള്ളവരുടെ സമാധാനത്തിനായി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അതാണ് യഥാർത്ഥ സ്നേഹം. അത്തരം ത്യാഗങ്ങൾ ഒരിക്കലും വെറുതെയാക്കില്ല. കാലം ആ മുറിവുകളെല്ലാം മായ്ക്കുകയും നമുക്ക് അർഹിച്ച സന്തോഷം തിരികെ നൽകുകയും ചെയ്യും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക. ജീവിതത്തിൽ സമാധാനം നിലനിൽക്കട്ടെ.